വിസ വ്യവസ്ഥകൾ ലംഘിച്ചു. 34-കാരനെതിരെ കേസ്. സിഡ്നി വിസയിലെ നിബന്ധനകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് 34-കാരനായ സിംബാബ്വെ സ്വദേശിക്കെതിരെ ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് AFP കുറ്റം ചുമത്തി. ഇയാൾ ഇന്ന് ബാങ്ക്സ്റ്റൗൺ ലോക്കൽ കോടതിയിൽ ഹാജരാകും. കഴിഞ്ഞ ദിവസം ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് സിഡ്നിയിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഫെഡറൽ പോലീസ് ഇയാൾക്കെതിരെ കുറ്റം ചുമത്തുകയായിരുന്നു. കോമൺവെൽത്ത് വിസ വ്യവസ്ഥയുടെ ഭാഗമായി ശരീരത്തിൽ ധരിക്കേണ്ട ഇലക്ട്രോണിക് നിരീക്ഷണ ഉപകരണം, ഇലക്ട്രോണിക് മോണിറ്ററിംഗ് ഡിവൈസ് ചാർജ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തി എന്നതാണ് ഇയാൾക്കെതിരെയുള്ള പ്രധാന കുറ്റം. കേസിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ. കുറ്റം: മൈഗ്രേഷൻ ആക്ട് 1958-ലെ സെക്ഷൻ 76D3 പ്രകാരം നിരീക്ഷണ ഉപകരണം പ്രവർത്തനക്ഷമമായി സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. ശിക്ഷ: കുറ്റം തെളിയിക്കപ്പെട്ടാൽ 5 വർഷം വരെ തടവും കൂടാതെ അല്ലെങ്കിൽ $99,000 ഓസ്ട്രേലിയൻ ഡോളർ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. മറ്റു കുറ്റങ്ങൾ: ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചതിനും നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിനും ഇയാൾക്കെതിരെ NSW പോലീസ് വേറെയും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഓസ്ട്രേലിയൻ മലയാളി ന്യൂസിന്റെ അഭിപ്രായം: ഓസ്ട്രേലിയയിലെ വിസ നിയമങ്ങൾ, പ്രത്യേകിച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കും വിസ റദ്ദാക്കപ്പെട്ടവർക്കും മേലുള്ള നിരീക്ഷണങ്ങൾ എത്രത്തോളം കർശനമാണെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. സുരക്ഷയ്ക്ക് മുൻഗണന: ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനങ്ങൾ, ആംഗിൾ മോണിറ്റേഴ്സ് കർശനമാക്കുന്നതുവഴി സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇത്തരം ഉപകരണങ്ങൾ ചാർജ് ചെയ്യാതിരിക്കുന്നത് ചെറിയ പിഴവായി കാണാൻ കഴിയില്ലെന്നും അത് അധികാരികളുടെ കണ്ണുവെട്ടിക്കാനുള്ള ശ്രമമായി കണക്കാക്കുമെന്നും ഈ കേസ് തെളിയിക്കുന്നു. നിയമപരമായ സങ്കീർണതകൾ: ഓസ്ട്രേലിയൻ ഹൈക്കോടതിയുടെ മുൻ വിധികൾ, NZYQ കേസ് പോലുള്ളവ ഇത്തരം വിസ ഉടമകളെ അനിശ്ചിതകാലത്തേക്ക് തടവിലിടുന്നത് നിയമവിരുദ്ധമാണെന്ന് വിധിച്ചിരുന്നു. ഇതിന് പകരമായാണ് സർക്കാർ ഇലക്ട്രോണിക് നിരീക്ഷണം കർശനമാക്കിയത്. എന്നാൽ ഇത് വ്യക്തിസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന വാദവും മനുഷ്യാവകാശ പ്രവർത്തകർ ഉയർത്തുന്നുണ്ട്. കൃത്യതയുടെ ആവശ്യം: വിസ വ്യവസ്ഥകൾ ലംഘിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന വ്യക്തമായ സന്ദേശമാണ് ഈ നടപടി നൽകുന്നത്. പ്രത്യേകിച്ച് മയക്കുമരുന്ന് പോലുള്ള മറ്റു കുറ്റകൃത്യങ്ങളിൽ കൂടി പങ്കാളികളാകുമ്പോൾ നിയമ നടപടികൾ കൂടുതൽ കടുപ്പമേറിയതാകുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, രാജ്യത്തെ നിയമവ്യവസ്ഥയോടുള്ള അനുസരണം ഓസ്ട്രേലിയയിൽ അതീവ പ്രധാനമാണെന്നും അതിൽ വീഴ്ച വരുത്തുന്നത് വലിയ ശിക്ഷാ നടപടികളിലേക്ക് നയിക്കുമെന്നും ഈ സംഭവം ഓർമ്മപ്പെടുത്തുന്നു.